അരി വറുത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടും. എന്ത് ചെയ്താലും അരി വറുത്ത് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അതാണ് ഇക്കയുടെ സ്റ്റൈൽ കേട്ടോ. ഒരിക്കലും മോശം അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഫ്രീ ആയിട്ട് വെക്കട്ടെ. ഒരെണ്ണം ഫ്രീ ആയിട്ട് വേണ്ട, ഇത് മതി. സന്തോഷം, സ്നേഹം, അതാണ് ഏറ്റവും വലുത്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ പായിക്കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഒരു ഇക്കായി വിത്തായി കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കുഞ്ഞു സംരംഭം അരി വറുത്ത ചിക്കൻ ബിരിയാണി. എന്തായാലും നമുക്ക് രുചിക്കാഴ്ചകളൊന്ന് കാണാം. എന്താണ് ഈ അരി വറുത്ത ബിരിയാണി? അരി വറുത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടും. അരി വറുത്ത് വെക്കുമ്പോൾ ടേസ്റ്റോട് കൂടി കിട്ടും. അതെ അതെ, നല്ലതുപോലെ അരി കഴുകി ഊറ്റി വെച്ചിട്ട് അരി വറുത്ത് വെക്കുക. എത്ര നാളായിട്ട് ബിരിയാണി പണി ചെയ്യുന്നുണ്ട്? ബിരിയാണി പണി എനിക്ക് 35 വർഷത്തെ സർവീസ് ഉണ്ട്. ഗൾഫിലൊക്കെ ആയിരുന്നു? ഗൾഫിൽ ഒരു 25 വർഷത്തെ സർവീസ് ഉണ്ട്. 20 കൊല്ലം ഖത്തറിൽ തന്നെയാണ്. ഇക്കയുടെ പേര് താഹ എന്നാണ്. അപ്പൊ കടയുടെ പേരും അത് തന്നെയാണ് അല്ലേ? അതെ, താഹ ഇക്കയുടെ അരി വറുത്ത ബിരിയാണി. ഞാൻ ഈ ഒരു പേര് ഇങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. സാധാരണ ഈ ചെയ്യുന്ന ആൾക്കാരൊന്നും അരി വറുത്തല്ലേ ചെയ്യുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാ അരി വറുത്ത് ചെയ്യാൻ വേണ്ടി. ബുദ്ധിമുട്ടാണ്, ഒരു ശകലം ബുദ്ധിമുട്ടാ. നമ്മൾ ഏത് റൈസാണ് യൂസ് ചെയ്യുന്നത്? അരി നമുക്ക് നല്ല ബസ്മതി അരി കിട്ടുകയാണെങ്കിൽ അതാ ഏറ്റവും നല്ലത്. പിന്നെ ജീരകശാല അരി. നമ്മൾ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ്? കച്ചവടത്തിൽ എനിക്ക് തീരെ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബജ്ജി കച്ചവടമായിരുന്നു. ബജ്ജി കച്ചവടം ഇപ്പം ഇച്ചിരി നിർത്തിക്കൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ബിരിയാണി പരിപാടി തുടങ്ങി. ബിരിയാണി തുടങ്ങാന്ന് കരുതി. അതെ അതെ, അങ്ങനെ തുടങ്ങി. അതെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല, ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഓർഡർ അനുസരിച്ച് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. ഈ കല്യാണ പരിപാടിയൊക്കെ ചെയ്തു കൊടുക്കും ഞാൻ. ഇപ്പൊ അതൊക്കെ നിർത്തിയോ? അതൊക്കെ നിർത്തി ഇങ്ങനെ ഇച്ചിരി ഒതുങ്ങി നിൽക്കുക. എന്ത് പറ്റി? അതെന്താ? അസുഖമുണ്ടല്ലേ? ഒരു 2-3 അറ്റാക്ക് വന്നിട്ടുള്ള ആളാണ്. അതൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ ചെറിയ രീതി ചെയ്യാന്ന് കരുതി. അതെ അതെ. അപ്പൊ ആ ഒരു കല്യാണ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ. രണ്ടുപേരും കൂടെ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരും? ഇവിടെ വരുമ്പോൾ ഒരു 11 മണിയാവും. 11 മണിയാവും. അതെ. എത്ര മണി വരെ കാണും ബിരിയാണി? 3 മണി 3:30 വരെ കാണും. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് ആൾക്കാരുടെയൊക്കെ നല്ല അഭിപ്രായം. ഒരിക്കലും മോശം അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. എഴുതി വെച്ചിരിക്കുന്നതൊക്കെ സൂപ്പറായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതെ അതെ. താഹായിക്കയുടെ അരി വറുത്ത ബിരിയാണി. ഏതൊക്കെ ബിരിയാണികൾ ചെയ്യുന്നുണ്ട്? ബിരിയാണി കപ്സയായിട്ട് ഞാൻ വെച്ച് കൊടുക്കും. കപ്സയായിട്ടും വെച്ച് കൊടുക്കും. നമ്മുടെ ഇവിടെ എന്തൊക്കെ ബിരിയാണികളാണ് ചെയ്യുന്നത്? ചിക്കൻ മാത്രമേ ഉള്ളൂ? ചിക്കൻ മാത്രം. പിന്നെ ഇതിപ്പം ഞാൻ നെയ്ച്ചോറൊന്നും തുടങ്ങിയിട്ടില്ല. നെയ്ച്ചോറൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഇത് അരി വറുത്ത് തന്നെ വെക്കും. അതാണ് നമ്മുടെ സ്റ്റൈല്. അതെ, അരി വറുത്ത നെയ്ച്ചോറ് വരെ വെച്ച് കൊടുക്കും. എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം അരി വറുത്ത ചെയ്ത് കൊടുക്കും. പിന്നെ മസാല റൈസ് ഉണ്ട്, അത് വെച്ച് കൊടുക്കും. അത് അരി വറുത്ത വെക്കും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓർഡർ സ്വീകരിക്കുമല്ലേ? ചെറിയ ഓർഡർ. വീട്ടിൽ നിന്ന് ഇത് ഇവിടെ കൊണ്ടുവരുമ്പോൾ എത്ര മണിയാവും? 11 മണിയാവും. 11 മണിയാവും. നമ്മുടെ ചെമ്പൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവോ? വറുത്ത ബിരിയാണി നമുക്കൊന്ന് കാണാം. അത് ഇച്ചിരിയേ ഉള്ളു. പെട്ടെന്ന് തന്നെ സാധനം തീരുമല്ലേ? താഹായിക്കയുടെ അരി വറുത്തിട്ടുള്ള ചിക്കൻ ബിരിയാണി. ബീഫ് ഒന്നും ചെയ്യുന്നില്ലേ? ബീഫ് ഓർഡർ കിട്ടുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ ഓർഡർ കിട്ടുവാണെങ്കിൽ ബീഫും ചെയ്തു കൊടുക്കും. എന്ത് ചെയ്താലും താറാവ് ചെയ്തു കൊടുക്കും. എന്ത് ചെയ്താലും അരി വറുത്ത് ചെയ്തു കൊടുക്കത്തുള്ളൂ. അതാണ് ഇക്കയുടെ സ്റ്റൈൽ കേട്ടോ. അപ്പൊ ഈ സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട. ഇത് പായിക്കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ആലപ്പുഴ ജില്ലയിൽ പായിക്കുളങ്ങര അല്ലെ? രണ്ടുപേരും കൂടെ ഉള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. കച്ചവടം ഉഷാറാകണം. ഇതാണ് പൊതി. അതെ, ഇത് ഇരിക്കുന്ന 100 രൂപ പൊതിയാണ് അല്ലേ? അതെ, എല്ലാം. അപ്പൊ നമുക്ക് കുറച്ച് പൊതി വാങ്ങിക്കാം കേട്ടോ. ഇതൊന്ന് പാക്ക് ചെയ്തോ. ഇതും കൂടെ പാക്ക് ചെയ്തോ. അപ്പൊ ആദ്യം ബജിക്കട നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അതിനുശേഷം തുടങ്ങിയിട്ടുള്ള കച്ചവടമാണ്. ഇതിന്റെ ഇവിടെ ആയിരുന്നോ കച്ചവടം? അപ്പം അപ്പൊ റോഡൊക്കെ പൊളിച്ചിട്ടുകൊണ്ട് തന്നെ ബജ്ജിയൊക്കെ നിർത്തി ഇപ്പം ബിരിയാണിയിലേക്ക് വന്നതാണ് കേട്ടോ. മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കണ്ടേ, അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? മരുന്നൊക്കെ ഒരുപാടുണ്ടാവും അല്ലേ? 2 പേർക്കും ഉണ്ട് മരുന്നുകൾ. ഓക്കെ ഓക്കെ. അപ്പൊ കച്ചവടമൊക്കെ ഉഷാറാട്ടെ. 2 പേരും മരുന്ന്. അപ്പൊ ഇനി ഞാൻ പോയിട്ട് വരുമ്പോൾ കയറാം കേട്ടോ. ഒരെണ്ണം കൂടെ ഫ്രീ ആയിട്ട് വെക്കട്ടെ. ഒരെണ്ണം ഫ്രീ ആയിട്ട് വേണ്ട, ഇത് മതി. സന്തോഷം, സ്നേഹം, അതാണ് ഏറ്റവും വലുത്. പറഞ്ഞ കേട്ടോ. തീർച്ചയായിട്ടും ഇൻഷാല്ലാ വരും കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. തൃക്കുന്നപ്പുഴ. ബൈക്ക് എടുത്തോട്ടെ? എടുത്തോ. മോളെന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു ആൾക്കാരാണ് കേട്ടോ. എന്റെ വീഡിയോ ഒക്കെ കാണുന്നത് സ്ഥിരമായിട്ട്. പിന്നെ ഇതിൽ കൂടുതൽ സന്തോഷം പേരുണ്ട്. എന്റെ സ്ഥിരം പ്രേക്ഷകർ കൂടിയാണ് കേട്ടോ. എല്ലാ അമ്മമാരെയും സഹായിക്കുന്ന മോനാന്നറിയാം. അതുകൊണ്ട് ഉമ്മ പ്രതീക്ഷിച്ചിരുന്നു ഉമ്മയെ തേടി വരുന്നു.